ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന അതേ ഹോട്ടലിലാണ് നമ്മൾ. നമ്മുടെ തൊട്ട് സൈഡിൽ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കുന്നുണ്ട്. ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ ലാസയിലാണുള്ളത്. നമ്മുടെ ലാസ്റ്റ് ദിവസം ഗൈസ് നോക്കൂ, നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകും. അതായത് ഇന്ന് വൈകുന്നേരം എത്ര മണിക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അതായത് ഇന്ന് വൈകുന്നേരം ഗൈഡ് പറയും അടുത്തത് എങ്ങോട്ടാണ് എങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങൾ. ഗൈഡ് കണ്ണപ്പൻ എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ഗൈസ് നോക്കൂ, സുഗൺ എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് നോക്കൂ, ഇനി നമുക്ക് ഏതാണ്ട് 14 ദിവസമുള്ളൂ നമ്മൾ എവിടെ പിന്നെ ചൈനയിൽ. ഗൈസ് നോക്കൂ, ഇനി ഏതാണ്ട് 14 ദിവസമുള്ളൂ നമ്മൾ ചൈനയിൽ. അതായത് നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് ലാസയിൽ നിന്ന് അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് യാത്രയാവാണ്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ പ്ലാനുകളുണ്ടായിരുന്നു. ഗിംബൽ മേടിക്കുക, അതുപോലെ തന്നെ ഡിജയുടെ മൈക്ക് മേടിക്കുക. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നമ്മുടെ പാനസോണിക്ക് S1H എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഗിംബൽ ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി നമ്മൾ മൊത്തം ഇതിൻ്റെ അകത്തായിരിക്കും വീഡിയോ എടുക്കുന്നത്. ഇത് ഇച്ചിരി പാട് പിടിച്ച പരിപാടിയാണ്. കാരണം മൊത്തം ഏതാണ്ട് ഒരു 6 കിലോ നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കണം ഇനി മുതൽ. ഇത്രയും ദിവസം വെച്ചാൽ ഐഫോൺ വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷേ ഐഫോൺ എല്ലാ സാഹചര്യങ്ങളിലും ചില സമയത്ത് പൊട്ടി പോവാണ്. അതായത് കാറ്റ് വരുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടവർക്ക് അതായത് അതിന്റെ കറുപ്പടിക്കുന്നുണ്ടാവും വീഡിയോ പൊട്ടിയിട്ട്. അതെ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ മൈക്ക്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം. അപ്പം ഇതുകൊണ്ടാണ് ഇനി വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇനി 2-3 കാര്യങ്ങൾ പറയാം. അതായത് അടുത്തത് നമ്മൾ നേരെ പോകുന്നത് കസാക്കിസ്ഥാനിലേക്കാണ്. കസാക്കിസ്ഥാനിൽ വെച്ച് നമ്മൾ നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നമ്മൾ അടുത്ത ഒരു ഷങ്കൻ രാജ്യത്തേക്ക് പോയി എൻട്രി ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോകും. എന്നിട്ട് നമുക്ക് വീണ്ടും വിസ അടിക്കണം. കാരണം നമുക്ക് 45 ദിവസത്തെ വിസയാണ് നമുക്ക് ആകെ തന്നിരിക്കുന്നത് ഷങ്കനിൽ. അപ്പോൾ 45 ദിവസത്തെ വിസ കൊണ്ട് നമ്മൾ കസാഖിസ്ഥാനിൽ എത്തുമ്പോഴത്തേക്കും തന്നെ ഏകദേശം പിന്നെ 10 ദിവസം ബാലൻസ് ഉള്ളൂ. ആ 10 ദിവസം കൊണ്ട് നമുക്ക് ഓടിയെടുക്കൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ മിസ്സായി പോകും. വെറുതെ ഇങ്ങനെ കിടന്ന് ഓടുന്ന പരിപാടി നമുക്കില്ല. കാരണം വെച്ചാൽ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ യാത്ര എത്തുമ്പോൾ ഇങ്ങനെ ചറവറ എല്ലാ രാജ്യത്തും 2 ദിവസം 3 ദിവസം അങ്ങനെയല്ല. നമ്മൾ അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും ഒരു മാസം ഒരു 20 ദിവസമൊക്കെ നിന്നാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പോയി വിസ അടിക്കണം. അപ്പോൾ വിസ അടിച്ചിട്ട് വീണ്ടും കസാഖിസ്ഥാനിൽ വന്നിട്ട് വണ്ടി എടുത്ത് വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെയാണ് പരിപാടി. അതിനിടയ്ക്ക് നമ്മുടെ അമേരിക്കൻ US വിസ വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അല്ലേ ലിവിനെ? നീ എന്തെങ്കിലും പറയില്ല, നിന്റെ വായിൽ നാക്കില്ലെന്ന് വിചാരിച്ചു. അതായത് എന്റെ മൈക്ക് ഉണ്ടല്ലോ, നിന്റെ മൈക്ക് നീ പിടിച്ചോ. അതായത് എന്താ സംഭവം പിടിച്ചോ, പൊക്കി പിടിക്കണോ, ഇങ്ങനെ പിടിച്ചോ. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് യൂറോപ്യൻ വിസ കിട്ടുമ്പോൾ 45 ദിവസത്തെ കിട്ടുള്ളൂ. അതായത് നമ്മൾ പറയുന്ന ഡേറ്റിലൊന്നും ചില സമയത്ത് കിട്ടൂല. അതായത് സെക്കൻഡ് കിട്ടുന്ന വെച്ചാൽ നമുക്ക് 6 മാസം ചിലപ്പോൾ 3 മാസം കിട്ടും. നമ്മുടെ ഭാഗ്യം പോലെ ചിലപ്പോൾ 6 മാസത്തേന് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ 1 കൊല്ലത്തേന് കിട്ടും. ഇതും കൂടെ ഞാനൊന്ന് പൂർത്തിയായിട്ട് ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ യൂറോപ്യൻ വിസ 1 വർഷത്തേനും കിട്ടും അല്ലേ? ഗൈസ് നോക്കൂ, അതായത് നമ്മളുണ്ടല്ലോ ഇപ്പം നേരെ ഇവിടെ നമ്മൾ പുറത്തോട്ട് പോവാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, ഡ്രസ്സ് വാങ്ങിക്കണം, അങ്ങനെയുള്ള കുറച്ച് സാധനം. ഞങ്ങൾ പാൻറ്റൊക്കെ ഞങ്ങൾ ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ എല്ലാം കീറി പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കാണ്ട്, പിന്നെ അതുപോലെ നമുക്ക് AC വെക്കാണ്ടായിരുന്നു. ആ AC അത്ര സക്സസ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയില്ല. ഒന്നിൽ ഇന്ന് ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ കസാഖിസ്ഥാനിൽ അവിടെ എവിടെയെങ്കിലും മേടിക്കും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അതായത് നിന്റെ മാപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ രാജാവാണ്. അത് കാരണം ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആപ്പിൾ മാപ്പ് വർക്ക് ചെയ്യും കേട്ടോ. ആപ്പിൾ മാപ്പ് വർക്ക് ചെയ്യും, ഒരു രീതി പ്രശ്നമില്ല. ഗൂഗിൾ മാപ്പ് മാത്രമാണ് ഇവിടെ കിട്ടാത്തത്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് 90% ആൾക്കാർ ഉപയോഗിക്കുന്നത് ആപ്പിളിന്റെ ഫോൺ ആട്ടോ. അത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി. അതുകൊണ്ടാണ് ആപ്പിൾ മാപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഗൈസ് നോക്കൂ, അങ്ങനെ ഈ കയ്യിലിരിക്കുന്ന മകുടവും പിടിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ലിബിനുണ്ടല്ലോ, അതായത് വണ്ടി പൂട്ടി അപ്പുറം പൂട്ടിയോട്ടോ ലിബിനെ. ഉറപ്പിക്കട്ടെ. ഗൈസ് നോക്കൂ, ലിബിന് അപ്പുറം പൂട്ടിട്ടോ. ഇതിൻ്റെ അകത്ത് നല്ല കിട്ടില്ല പിക്ചർ ക്വാളിറ്റി ആട്ടോ. വേറൊരു മൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളർ ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകത കളർ ചെയ്യാൻ പറ്റും. ഇച്ചിരി ഉറക്കത്തിൽ പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. കാരണം മൈക്കിന്റെ ഇതനുസരിച്ച് വേണം ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി. അല്ലേ ലിബിയെ? അതെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്ക് നമ്മൾ ഒച്ചത്തിൽ സംസാരിച്ചാൽ പൊട്ടിപ്പോവും. അതാണ് നമ്മൾ നോക്കണ്ടേ. ഇച്ചിരി കൂടെ നമ്മളിപ്പോ ഈ ഒച്ച കൂട്ടുവാണെങ്കിൽ എങ്ങനെയുണ്ട് ഇവനെ? ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സൗണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഇതിലുള്ള ടെസ്റ്റിംഗ് ആണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിന്ന ഹോട്ടൽ ഈ കാണുന്ന ഹോട്ടലാട്ടോ. ഈ കാണുന്ന ഹോട്ടലാണ് നമ്മുടെ കൂടുതലുള്ള ടീമും അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും നിന്നതൊക്കെ ഇവിടെയാണ്. അതായത് ഇതുണ്ട്, ഇത് ഇവിടുത്തെ ഒരു ലാസയിലെ ഒരു വലിയൊരു ഹോട്ടലാട്ടോ. നമ്മുടെ കൂടുതലുള്ള ആൾക്കാരുടെ വണ്ടികളൊക്കെ ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ. എടാ പപ്പുവിൻ്റെ വണ്ടിയല്ലേ കിടക്കുന്നത്? ഇതേ പപ്പുവിൻ്റെ വണ്ടി. ഈ കാണുന്ന അവിടെ പപ്പുവിൻ്റെ വണ്ടിയുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 വണ്ടിയുണ്ട്. അതായത് മഹാരാഷ്ട്രക്കാരൻ്റെയും പിന്നെ അതുപോലെ തന്നെ തെലുങ്കാനക്കാരൻ്റെയും വണ്ടിയുണ്ട്. അതായത് ഇവിടെ ചൈനയിലുണ്ടല്ലോ, ചൈനക്കാർക്ക് ടിബറ്റ് പോകണേലും ഗൈഡ് വേണം, നമ്മൾ ഇന്ത്യക്കാർക്ക് ടിബറ്റ് കാണേലും ഗൈഡ് വേണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അതായത് ടാൻസി അല്ലടാ പറഞ്ഞത്. അതായത് ചിലപ്പോൾ എന്നാ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ഉപജീവനം കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഗൈസ് എന്തായാലും ആരെവിടെ കയറണേലും
ഗൈഡ് വേണം കേട്ടോ, അതൊരു മസ്റ്റാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. ഞങ്ങൾക്ക് വേണേൽ വണ്ടി എടുത്ത് പുറത്ത് പോകാം, പക്ഷേ ഗൈഡ് പറഞ്ഞാൽ എടുക്കരുത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വണ്ടിക്ക് പാർക്കിംഗ് കിട്ടൂല. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ്. കണ്ടില്ലായിരുന്നോ, ഒരു മിനിറ്റ് ഇട്ടോളൂ അന്നേരം മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇവിടുത്തെ ട്രാഫിക് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയല്ലോ, എൻ്റെ വാക്സിനേഷനൊക്കെ പൊളിഞ്ഞു പോയി. 3 എടുത്തു, അതെടുത്താൽ മതി എന്ന് പറഞ്ഞേ, 4-5 വേണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇന്നലെ നമ്മൾ പോയി കഴിഞ്ഞപ്പം നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയേ. അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് നിർത്തി കഴിഞ്ഞപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നു, നിങ്ങളിപ്പോൾ ക്യാമറ റെക്കോർഡിങ്ങിലാണ്, അടുത്ത 2 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വണ്ടി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടുന്നു. 100,000 അങ്ങനെയൊക്കെയാണ് ഇവിടെ ഫൈനുകൾ. അപ്പോൾ ടെക്നോളജി വൈസ് ബമ്പം സംഭവമാണ് ചൈന. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം അല്ലേ ലിപി? അതായത് അമേരിക്ക കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെക്നോളജിപരമായിട്ട് ഞാൻ വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. ബയോഗ്രാഫി ഇതുണ്ടോ, റേഞ്ച് റോവർ ബയോഗ്രാഫി, അങ്ങനെയുള്ള വലിയ വലിയ സാധനം, BMW, പിന്നെ അതേപോലെ ലക്ഷറി വെഹിക്കിൾ, പിന്നെ ചൈനീസ് വെഹിക്കിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെയുള്ള പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അല്ലെ, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു കാരണമുണ്ട്. ഇഷ്ടപ്പെട്ടത് അതായത് റിച്ച് ആൾക്കാർക്ക് കമ്പനി മേടിക്കാം, റിച്ച് ആയ ആൾക്കാർക്ക് കമ്പനി മേടിക്കാം. അതേ സമയത്ത് നമ്മുടെ അടുത്ത് പൈസ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മോഡിഫൈ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതേ കമ്പനി വേറെ കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ നമുക്ക് വാങ്ങാൻ പറ്റും. ഈ സിഗ്നലുകളൊക്കെ ഇവിടെ ഭയങ്കര സെറ്റപ്പായിട്ടാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇതുണ്ടോ, ഇവിടെയൊക്കെ സിഗ്നലുകൾ ഭയങ്കര സംഭവമായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മലകളും അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മൾ ഈ കാണുന്നത്. ഹായ് ബൈ ബൈ. ഇവരെപ്പോഴും ഇതെല്ലാം കൈയൊക്കെ കാണിക്കും. ഇതാണ് നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ ഭാഗം കേട്ടോ. എൻ്റെ പോലെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ് അതുപോലെ സംഭവങ്ങൾ, അങ്ങനെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഈ കാണുന്നത് ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ചൈന മൊബൈലിൻ്റെയും പിന്നെ കുറേ മെഡിക്കൽ ഷോപ്പിൻ്റെയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, വേറൊരു കാര്യം, നമുക്ക് എമർജൻസി ആയിട്ട് പാൻസ്, ഡ്രസ്സ്, പിന്നെ ഭക്ഷണം കഴിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ എന്താ കഴിച്ചോണ്ടിരുന്നത്? മട്ടനാസ് അല്ല, അപ്പച്ചൻ്റെ കാല്. അപ്പച്ചൻ ബർഗർ ഉണ്ടാക്കി. അതായത് അതിനെ കുറിച്ച് പറയണേ, അതായത് നമ്മുടെ ഇന്ത്യ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലുള്ളൂ ഇത് ഭയങ്കര പൈസ. അതായത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പാവങ്ങളുടെ ഭക്ഷണമാണ് KFC, മട്ടനാസ് അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലേ. പെട്ടെന്നേ പിന്നെ നാക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ നാക്ക് പെട്ടെന്ന് പറ്റിയത്. ഭയങ്കരമായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ കുന്തം നീ പിടിച്ചോടെ കുറച്ച് നേരം, ഞാൻ ഫ്രണ്ടിൽ നിന്ന് 2 ഈച്ച വെച്ചിട്ട് റെക്കോർഡല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനയുടെ ഒരു സിഗ്നൽ പോയിന്റിലാട്ടോ. ഇതുകൊണ്ടോ, ട്രാഫിക്കിലൊക്കെ ആൾക്കാർ അനുസരണം എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. ടെക്നോളജി ബേസിൽ നമുക്കൊന്നും പറയാനില്ല. ഇത് നോക്കിയേ, ഒരു സിഗ്നലാട്ടോ കാണുന്നത്. അവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നു, പോകുന്നു. തൊട്ടിപ്പുറത്ത് പോലീസിനൊക്കെ വണ്ടി. ഇത് നോക്കിയേ, ഒരു വണ്ടി നോക്കടാ, ഇത് നോക്കടാ, അങ്ങനെ നീ പറയരുത്. ഇത് കണ്ടോ ഗൈസ്, നോക്കി, ഇത് കണ്ടോ, ഒരു കിടയിലും വണ്ടി. എൻ്റെ മോനെ, ഞാനില്ല പിന്നെ അവിടുന്ന് ഘോര പ്രസംഗിച്ചില്ലേ, ഞങ്ങളെ പോലീസ് പിടിച്ചു, പാസ്പോർട്ട് മേടിച്ചു, ഞങ്ങളുടെ വിസ മേടിച്ചു, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മേടിച്ചു, കൈയെല്ലാം കൂപ്പി കാണിച്ചു. ഞങ്ങളുടെ പൊക്കോളം പറഞ്ഞു എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളോട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ട്രൗസർ ഞാൻ അവിടെ നിന്ന് ഘോര കീച്ചു വരുന്നുണ്ട്. ഗൈസ്, നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സ്ഥലത്തൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാണുന്നേ ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള മീറ്റ് വിൽക്കുന്ന സ്ഥലമാട്ടോ. ഇത് പോർക്കാവിനെ പന്നിയുടെ തല, ചെവി, ഇത് മൂക്ക്. ഇത് കണ്ടോ, പന്നിയുടെ മൂക്ക് ഉണ്ടോ ഇതിനെ? പന്നിയുടെ മൂക്ക്, താറാവ്, ഞണ്ടല്ല, പ്രോൺസ്. പിന്നെ ഇത് താറാവാട്ടാ. ഈ കാണുന്ന സാധനം താറാവ്, 100% ഉറപ്പാ. അതേപോലെ തന്നെ ഇത് കോഴിയുടെ കാല്, പിന്നെ ഇത് അപ്പച്ചന്റെ ചിക്കൻ, അപ്പച്ചന്റെ KFC. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതല്ലേ പിന്നെ ഇതെനിക്ക് തോന്നുന്ന കോഴിയാന്ന് തോന്നുന്നു. അല്ല, താറാവ്. ഇതേ വേറെ സാധനങ്ങളുണ്ടോ? ഇതെന്താ ഭയങ്കര സെറ്റപ്പാണേ ഗൈസ്, നമുക്ക് ഭയങ്കര സെറ്റപ്പ്. നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോടാ? നമുക്ക് പറ്റില്ല. കോഴിക്കാല്. നീ കഴിക്കുവോ? ഇല്ല, ഇത് വട്ടും കരള് നമുക്ക് വട്ടും ഭ്രാന്തോ. ഹായ് ഗൈസ്, നോക്ക്, ഈ പുള്ളിക്കാരൻ കേട്ടോ പെർമിഷൻ ചോദിക്കാനായിട്ട് ഇവിടെ എന്നാ തേങ്ങ മാങ്ങ വെച്ച് ഞാൻ സംസാരിക്കും. ഇവർക്കാണ് ചൈനീസ് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകും. എന്തിയെ? ചൈനീസ് മാങ്ങ കേട്ടോ കാണുന്നത്. ഇതല്ലേടാ ഇതിനെ നമ്മള് വഴിക്കൊക്കെ വിൽക്കുന്ന കണ്ടില്ലായിരുന്നോ? എന്നാലും ഞങ്ങൾ കണ്ടല്ലോ. ഹായ്, അവൻ ഡാൻസ് കളിക്കുക കേട്ടോ. ഇതാണ് ഇവിടുത്തെ പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് കാണുന്നത്. ഇതാണ് ബസ് സ്റ്റോപ്പ്, ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ നമുക്ക് ചെയ്യാനെല്ലാം പറ്റൂല, വിദേശികൾക്ക് വേറെയാ. വിദേശികൾക്ക് നല്ല ഇതേടാ പാൻസ് കിട്ടുന്നത്. ഇവിടെ സമാധാനത്തോടു കൂടിയുള്ള വീഡിയോ പിടുത്തം നടക്കുള്ളൂ കേട്ടോ. കാരണം ഇതുകൊണ്ട് അങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മുടി വെട്ടണം. ഇത് കണ്ടോ, ഈ കാണുന്ന അവിടെ ഒരു മുടി വെട്ട് ഷോപ്പുണ്ട്. ഇനി എങ്ങനെ അവിടെ പോയി ചോദിക്കണം. 50 ചൈനീസ് മണി, 30, 40 ഓരോ കടയുടെ ഇത് വെച്ചിട്ടാണ്. ആണോ? പൈസ വേറെ സംഭവമുണ്ട്. ഞങ്ങൾ നേരത്തെ ഒരു പിന്നെ തുണിക്കട കയറിയായിരുന്നു. അവിടെ ഇത്ര പൈസ കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഫുട്പാത്തുകളൊന്നുമില്ല കേട്ടോ. പോയി നോക്കട്ടെ, ഉണ്ടാകാതിരിക്കാൻ ഒരു മാർഗ്ഗവും ഞാൻ നോക്കിയിട്ട് കാണുന്നതാണ് ഇവിടുത്തെ മുടിവെട്ട് കട. ഇങ്ങനെ ഒരു സാധനം കറങ്ങി ഇപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, ഇതാണ് മുടി വെട്ടുന്നത്. ഇതാ മുടി വെട്ടി പഠിക്കും കേട്ടോ.
വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. മുടി വെട്ടിക്കഴിഞ്ഞാൽ കുളിക്കണ്ട. മലേഷ്യയിലും ഈ സെയിം സെറ്റപ്പാട്ടോ അല്ലേ ലിബിയ? അതായത് അതിന്റെ ഒരു സിഗ്നലാണ് അത്. അതായത് മുടി വെട്ടുന്നുള്ള സിഗ്നലാണ് ഇങ്ങനെ കറങ്ങി പോകുന്നതിന്റെ അല്ലേ? അതാണ് സംഭവം. എന്നാലും നമ്മളെ ഓടിച്ചില്ലടാ. അത് വേറെ കാര്യമുണ്ട്. വേറെ എവിടെയെങ്കിലാണ് നമ്മൾ പിടിച്ചു വെച്ച് ഹറാസ്മെന്റ് ഇതും അതൊന്നും ഇല്ലല്ലോ. പാസ്പോർട്ട് കാണിച്ചു, നമ്മുടെ സാധനം കാണിച്ചു, ക്ലിയർ ആയി അവർ പോയതുണ്ടോ? ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. എന്തോ ചെറിയ കടകൾ പോലത്തെ. അതായത് നമ്മുടെ അവിടെ 2 സൈക്കിളും അതേപോലെ തന്നെ ബൈക്ക്, 2 വീലറും അതേപോലെ നമ്മുടെ അങ്ങനെ ശരിയാക്കുന്ന ചെറിയ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അവിടെ ഒരു പജീറ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിപ്പെട്ടോ? ഇവിടെ പജീറ മിസിബുഷിയുടെ ഉണ്ട്, അതേപോലെ തന്നെ ചൈനീസ് കമ്പനിയുടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറയും ഇൻസ്പിറേഷൻ ആക്കിയിട്ടുള്ള ട്രക്ക് നോക്കിയേ. ഈ കാണുന്ന വശത്തു നിന്നാട്ടോ നമ്മൾ വന്നേ. നമ്മളിപ്പോൾ തിരിച്ച് ഈ കാണുന്ന വശത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതുകൊണ്ടോ ഈ ഒരു വശത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പിള്ളേരും ഈ കാണുന്ന ചേച്ചിയിൽ ഇപ്പം പോയ അതോടെ വഴി വൃത്തിയാക്കുന്ന ചേച്ചിയാട്ടോ. അതായത് ഇവിടെ ലിബി പറഞ്ഞ പോലെ 99% ആൾക്കാരും സിഗരറ്റ് വലിക്കുന്നവരാണ്. അതായത് ഏത് ടൗണോ ഹോസ്പിറ്റലോ സർക്കാർ എവിടെ പോയാലും സിഗരറ്റ് വലിക്കുന്ന യാതൊരു കുഴപ്പമില്ല. അവിടെ മറ്റേ സിഗരറ്റ് പോലീസുകാർ വരെ ഇവിടെ ഭയങ്കര വലിയ കേട്ടോ. ചിലപ്പം പറയാൻ പറ്റില്ല ഇവിടുത്തെ തണുപ്പിൻ്റെ ആണോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല സിഗരറ്റ് വലിയ ഇവിടെ ഭയങ്കര വില കേട്ടോ. 1100 കൊടുക്കണം നല്ലൊരു സാധനത്തിന് കേട്ടോ. അതൊരു ഭയങ്കര സംഭവമാണ് അല്ലേ ലിബിയ? അതെ. പിന്നെ മാൽബലോറ ചാത്തം കിട്ടും, അതിന് ഇവിടുത്തെ 25 രൂപ കൊടുത്താൽ മതി അല്ലേ? ഷടപട തിരിക്കലൊന്നുമില്ല കേട്ടോ. ഇതേ മുടി വെട്ടുന്നേടാ. ഇത് നോക്കി അവരുടെ മുടി കേളി ചെയ്യുന്നേ. ഇതേ ഇങ്ങനെ എപ്പോഴും ഒരു സിഗ്നൽ ഉണ്ടാവും കേട്ടോ ഇവിടെ മുടി വെട്ടുന്ന കടയ്ക്ക്. പുള്ളിക്കാരനും ഞങ്ങളെ കൈ കാണിക്കുവാണ്. മുടി വെട്ടാണ് കേട്ടോ. അതിനെയോടാ അതായത് നമ്മളെ ഇങ്ങനെ കേളി ചെയ്യില്ല മുടി ഇങ്ങനെ ഇതാക്കിയിട്ട് കെട്ടി അങ്ങനത്തെ സംഭവം ചെയ്യാണ് പുള്ളിക്കാരൻ. ആണോ? ഇതേ ഞങ്ങൾ നേരെ ലക്ഷ്യം വെച്ചാക്കുന്നേ. ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം, പിന്നെ ഇന്ന് വണ്ടി വൃത്തിയാക്കണം, പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതേ ഇവിടെ നല്ല കിട്ടിയിലും ഫോട്ടോ കാണും. ഈ കാണുന്ന ഇതൊക്കെ കയറി കഴിക്കാൻ ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. നമ്മൾ നേരത്തെ ആ കാണുന്ന ഒരു കടയെ കണ്ടില്ല കേട്ടോ ലിവിനെ. കുറേ സാധനങ്ങൾ, പന്നിയുടെ മൂക്ക്, വായതൊക്കെ, ഇതിനൊക്കെ ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. ആ വെള്ളത്തിലിടുന്ന സാധനമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. അതെങ്കിലും സെറ്റപ്പായിട്ട് കഴിയും. കാരണം വെള്ളത്തിൽ ഈ പ്രോൺസ്, പിന്നെ ഈ പോർക്ക്, പിന്നെ അതുപോലെ സ്ക്വിഡ് ഇതൊക്കെ ഇട്ടിട്ട് ചൂടാക്കി കഴിക്കുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതെ, അതുപോലും ഇല്ല കേട്ടോ. ഇലക്ട്രിക്കൽ കാറുകളാട്ടോ. എന്തൊരു സെറ്റപ്പാന്ന് നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയ വണ്ടി. വണ്ടികളാട്ടോ. നല്ല ലുക്കുള്ള, നല്ല അഴകുള്ള കിടിലൻ വണ്ടികൾ. ഇതൊക്കെ ചൈനീസ് വണ്ടി ഇവിടെ ഇപ്പം നല്ല കാറ്റാട്ടോ. ഞങ്ങൾ ഫോണും കൊണ്ടെങ്ങാനും ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പം ഫുള്ള് വീഡിയോയും പോയേനെ. ഒച്ച കാരണം. ഇതെന്നാണ് ലിവിനെ ഇവിടെ അത്യാവശ്യം എല്ലാ കടയിലും ഉണ്ടല്ലോ ഈ പൂക്കൾ വിൽക്കുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്നതെന്ന് വെച്ചാൽ പൂ കൊടുത്തിട്ടാണ്. കാമുകന്മാരും കാണുമ്പോൾ പൂ കൊടുക്കും. കഴിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഓരോ ജംഗ്ഷനിൽ നിന്ന് ഓരോ ജംഗ്ഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തിരക്ക് കാണാത്ത യഥാർത്ഥ പിന്നെ ചൈനീസ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടിബറ്റിൻ്റെ മേഖലയിലേക്കാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ എന്താ പണി നടക്കും കേട്ടോ. നോക്കിയേ, എന്നാ പണിയായിരിക്കും ഇവിടെ? റോഡ് പണിയായിരിക്കും ഇവനെ. അതൊരു ഫ്രൂട്ട്സ് കട കേട്ടോ. എന്നാ സെറ്റപ്പ് നോക്കി, ഭയങ്കര വില കേട്ടോടാ. ഇവനെ കരുതിച്ചക്ക് 20. നമുക്ക് പോകുമ്പോൾ ഇത് മേടിക്കണേ. അടിപൊളി സാധനം കേട്ടോ. അല്ലെങ്കിൽ മറ്റേ പ്ലംബിങ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട. നമ്മുടെയൊക്കെ നാട് പോലൊക്കെ തന്നെ തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അടിസ്ഥാന വികസനം ഇവിടെ ഇച്ചിരി കൂടുതലാണ്. കഴിച്ച് നോക്കൂ. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. പിന്നെ അത് മേടിക്കാൻ മറക്കല്ലേടാ. ഫ്രൂട്ട്സ് അല്ലേ? ഫ്രൂട്ട്സ് നമുക്ക് മേടിക്കാം. കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് വണ്ടി വെക്കണം കേട്ടോ. കാരണം എമർജൻസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പെട്ടുപോകും. ഇതാ സ്കൂളാട്ടോ. ഇതേ കുറേ പേര് ചോദിച്ചായിരുന്നു ഇവിടുത്തെ സ്കൂളുകൾ കാണിക്കാവുന്ന. ഈ കാണുന്നതാണ് സ്കൂള്. ഇതേ എനിക്ക് തോന്നുന്നു 1 മുതൽ 12 വരെയുള്ള എന്തെങ്കിലും സെറ്റപ്പും കാര്യങ്ങളും. കുറേ പേര് ചോദിക്കുന്ന പോലെ ഷൂട്ട് ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് പോരൂല. അതെ, ഞങ്ങളോട് സ്നേഹമുള്ളവരൊന്നും ചോദിക്കരുത്. നോക്കി, ഇതാണ് സ്കൂൾ കേട്ടോ. ഈ കാണുന്ന സ്കൂളിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് നടന്നു പോകുന്നത്. ഈ ടയറുകൾ കിട്ടുന്ന കട കേട്ടോ. ഇവിടെ പുറം ടയറുകളും കിട്ടും, ചൈന ടയറുകളും കിട്ടും. ഭയങ്കര പൈസ കേട്ടോ. നമ്മുടെ ടയർ മാറ്റാറായില്ല, ചിലപ്പോൾ ഞങ്ങൾ മാറ്റിയിട്ട് പോകുള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് ചൈനയിൽ എല്ലാ സാധനത്തിനും വിലക്കുറവാണ്. അതായത് ബൾക്കായിട്ട് വാങ്ങിയാൽ മാത്രമേ അതിന് വിലക്കുറവ് ഉണ്ടാവുള്ളൂ. 1 2 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത സെയിം പൈസ തന്നെയാണ്. ചൈനയുടെ ഒരു വണ്ടി കേട്ടോ. ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നു. ഇൻസ്പിറേഷൻ. ഇത് ഇലക്ട്രിക്കലാണ്. ഈ നമ്പർ പ്ലേറ്റ് കണ്ടോ? ഈ കാണുന്ന പച്ചയും അതുപോലെ വെള്ളയും നമ്പർ പ്ലേറ്റ് ഇല്ലേ? ഈ നമ്പർ പ്ലേറ്റ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനാണ് ചൈനയിൽ കൊടുക്കാറ്. സാധാ വണ്ടിക്ക് നീല നമ്പർ പ്ലേറ്റ്. നോക്കിയോടെ എന്നാ രസത്തോടെ കാണാൻ വേണ്ടി. വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിനെ ഇതാക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. വണ്ടിനെ സ്നേഹിക്കുന്ന വ്യക്തിയോടെ പറയും കുട്ടിയെ. അതായത് ഒരു വണ്ടി നമുക്ക് താല്പര്യമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ പല മോഡലും ഉണ്ട്. എല്ലാ രാജ്യത്തെയും കോപ്പിയും ഉണ്ട്, അതേപോലെ തന്നെ ഒറിജിനൽ സാധനം. അടുത്ത് തുറന്ന് നോക്കി. ഇതെന്നാണത്? ഇത് നമ്മുടെ നാട്ടിലെ ജിമ്മിന് ഇങ്ങനെയെങ്കിലും ഇറക്കിയാൽ മതിയായിരുന്നു. സത്യം കേട്ടോ അല്ലേ? കഴിച്ച് നോക്കൂ. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് യാത്ര ചെയ്യാം കേട്ടോ. ഈ കാണുന്നതാണ് ചൈനയിലെ ഇലക്ട്രിക്കൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന സെറ്റപ്പായിട്ട് കാണുന്നത്. ഇതുണ്ടോ ഇലക്ട്രിക്കൽ ബാറ്ററി. ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഈ വണ്ടിയിൽ തീർന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഇവിടെ ഒരു സ്റ്റേഷനാണ്.
ഈ ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുന്ന സംവിധാനമായിട്ട് കാണുന്നത്. ഇത് എനിക്കൊന്ന് ഇവിടുത്തെ ഡെലിവറി ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സ്വന്തമായിട്ട് ഇവർക്ക് ബാറ്ററി വേണ്ട കാര്യമില്ല, ചാർജ് ചെയ്യുന്നു ഇടുന്നു, ചാർജ് ചെയ്യുന്നു. ഇതൊക്കെ അങ്ങനെ വന്ന സംഭവമായിട്ട് കാണുന്നത്. ഇത് ഷോമി ദിസ് വൺ യു. ഗൈസ് നോക്കൂ, പുള്ളിക്കാരനെ കാണിച്ചു തരും കേട്ടോ. പുള്ളി ഇതേപോലെ തന്നെ എടുത്തത്. ഇതാ ലിഥിയം ബാറ്ററി. ഈ കാണുന്ന ലിഥിയം ബാറ്ററി കേട്ടോ. ഈ കാണുന്ന ബാറ്ററിയാണ് പുള്ളി ഇവിടുന്ന് ഇങ്ങനെ എടുത്ത്. ഇത് കണ്ടോ, ഈ കാണുന്ന സംഭവം കണ്ടോ ലിവിനെ. ഇത് തന്നെ ചാർജിങ്ങിന്റെ സംവിധാനം. എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇതേതോ സർവീസിന്റെ പോയിന്റ് ആണ്. നമ്മളവിടെ മറ്റേ ഇതുണ്ടോ, ബൈക്കെല്ലാം ഇതേപോലെ ഊരി ബാറ്ററി ഊരുന്നു വെക്കുന്നു, ബാറ്ററി ഊരുന്നു വെക്കുന്നു, ബാറ്ററി ഊരുന്നു വെക്കുന്നു, ബാറ്ററി ഊരുന്നു വെക്കുന്നു, ബാറ്ററി ഊരുന്നു വെക്കുന്നു. ഇത് തന്നെ കേട്ടോ ഇവിടുത്തെ പരിപാടി. ചൈനീസ് ലാൻഡ് റോവർ കേട്ടോ. ഇതാണ് ചൈന കോപ്പി. ഞാൻ കാണിച്ചാൽ കേട്ടോ. എൻ്റെ പൊന്നെ, നേരത്തെ ഞങ്ങൾ ഇവിടെ ഒറിജിനൽ ഇഷ്ടം പോലെ ഉണ്ട്, ചൈനീസ് സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്കിയേ എന്ത് ലുക്കാന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. ഡിഫൻഡറിൻ്റെ സെയിം കോപ്പി കേട്ടോ. ഒരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അതാണ് അതിൻ്റെ ഒരു അത്ഭുതം. ഇത് നോക്കിയേ, ഡിഫൻഡർ എങ്ങോട്ട് പോയി നോക്കണ്ട കേട്ടോ. ഇതേതാ ബ്രാൻഡ്? ഇത് ജെറ്റോർ എന്ന് അങ്ങനെ പറയുന്ന സാധനം കേട്ടോ. ഇലക്ട്രിക്കലല്ല കേട്ടോ, ഇലക്ട്രിക്കലല്ല. ഇവിടെ ഇപ്പം ചൈനയിൽ ഏറ്റവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ചതുര രീതിയിലുള്ള സ്റ്റെപ്പിനി. എൻ്റെ പൊന്നെ, എങ്ങനെയാണോ അതേപോലെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ വലിപ്പക്കുറവുണ്ട് കേട്ടോ. ഗൈസ്, കർത്താവ് കുരിശെടുത്തോണ്ട് നടന്നത് എങ്ങനെയാണോ ഇവനെ നോക്കിയേ, അതേപോലെ ക്യാമറ കൊണ്ടുള്ള ഭയങ്കര വെയിറ്റ് ആട്ടോ. അങ്ങനെ എടുത്തോണ്ട് 5 കിലോ വെയിറ്റ് വരും ഇതും കൂടെ. ഗൈസ്, അപ്പം ഇനി പോലീസുകാർ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. എന്തോ ഉണ്ട്, ഒന്നേ താടി അല്ല ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ അവിടെ എത്തുമ്പോൾ പൊക്കിക്കൊണ്ട് പോകും ഉറപ്പാട്ടോ. ഇത് അമേരിക്കൻ ബ്രാൻഡാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഏതൊന്നാട്ടോ. ടെക്നോളജി നോക്കിയേ, ഞങ്ങൾ KFC കഴിക്കാണ്ട് വന്നാട്ടോ. എൻ്റെ പൊന്നും കുറിച്ച് മൊത്തം നമ്മുടെയൊക്കെ അവിടെയാണ് ഇപ്പം വടം വെച്ച് കയറും. ഇവിടെ എന്ന് വെച്ചാൽ അന്നും അവിടെ ക്രെയിൻ വിളിച്ചിട്ടേ കയറ്റാൻ സമ്മതിക്കുള്ളൂ. ക്രെയിൻ വിളിച്ച് ഇവിടെ കുറേ റൂളുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ക്രെയിൻ ഓപ്പറേറ്റർ കേട്ടോ. ഇത് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന നോക്കിയാൽ ഇവിടുന്ന് ഈ സ്വിച്ച് വെച്ചാണ് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഗൈസ്, ഈ കാണുന്ന സംഭവം ഫുള്ള് ചെയ്യുന്നത് ഇവിടെ വെച്ചാട്ടാ. നോക്കൂ, ഫൈനലി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് പോകണം. ഞങ്ങൾക്ക് ഇടാൻ പാൻറ്റൊന്നുമില്ല, നിക്കർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഉള്ള പാൻറ്റ് തീർന്ന് ഇനി 2 പാൻറ്റ് മേടിക്കണം, എന്നാലും ഇവിടെ നടക്കാൻ വേണ്ടി നല്ല തണുപ്പാട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്കാണ്ട് സാധനമാണ് നമ്മുടെ നാട്ടിലിറങ്ങിയ അതേ സെയിം സ്വിഫ്റ്റ്. നോക്കിക്കോട്ടെ ലിപിന്, എൻ്റെ പൊന്നെ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഇത് ചൈനീസ് നമ്പർ പ്ലേറ്റ്, അടിപൊളി. ഗൈസ് നോക്കൂ, സെയിം സെറ്റപ്പ് കേട്ടോ. വിവിയേറ്റാ അല്ലടാ. ഈ കാണുന്ന ഈ ഒരു സിഗ്നൽ ക്രോസ് ചെയ്ത് വേണം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി. എനിക്കൊരു 3-4 പിന്നെ സിഗ്നൽ നമ്മൾ ക്രോസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ ഹോട്ടലിൽ നിൽക്കുന്ന അവിടെ നമുക്ക് എത്താൻ പറ്റും. ഇവിടുത്തെ മെയിൻ വണ്ടി നമ്മുടെ നാട്ടിലെ ഇന്നോവ പോലെയാണ് ഇവിടെ ലാൻഡ് ക്രൂസർ കേട്ടോ. എല്ലാവർക്കും ഈ സാധനം ഉണ്ടാവും. ഇതല്ലേ ലാൻഡ് ക്രൂസർ പാടോ, ഇതല്ലേ ലാൻഡ് ക്രൂസർ പാടോ, എല്ലാവർക്കും ഡ്രീം ആവുമല്ലോ ഈ ചൈനയിലെ. പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മളിനി നേരെ അവിടെ ചെല്ലുന്നു. പാൻസും പിന്നെ ഇവിടുത്തെ തണ്ണിമത്തനും ഇവിടുത്തെ ആപ്പിളിനൊക്കെ ഈ വലിപ്പം കേട്ടോ. ഒതളഞ്ഞ പോലെ ഇരിക്കും ഇവിടുത്തെ ആപ്പിളൊക്കെ. ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കണം, അത് മേടിക്കണം. ഇവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ പരമാവധി ശ്രമിച്ചാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഫാമിലിയും പെട്ടു കേട്ടോ അതിനകത്ത്. എന്നാടാ പറയുന്നത്? എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ ലിവിന് ആപ്പിള്. ഹൗ മച്ച് മണി? മറ്റേ ഇവിടെയൊക്കെ മൈക്കൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി മാങ്ങയുണ്ടല്ലോ, മാങ്ങയല്ല സോറി, ചക്ക വൃത്തിയാക്കോട്ടെ. ഇതേ ചക്ക വൃത്തിയാക്കുവാണ്. ഇവിടെ ഇനി സോങ്ങിയൊന്നും അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഒരു പേര് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പേരറിയത്തില്ല. നമ്മുടെ അമ്മമാരൊക്കെ ചക്ക വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചൈന വന്നിട്ട് അവർ ചക്ക വൃത്തിയാക്കുന്നത്. അതായത് ഇവർ ചക്ക വൃത്തിയാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് ഞാൻ മണഞ്ഞലും അതിൻ്റെ ആ വള്ളിയും കിള്ളിയാക്കി ഇവർ ആദ്യം പറിച്ചു കളഞ്ഞിട്ട് എനിക്ക് എടുത്തെടുക്കും കേട്ടോ. എന്നാടാ, ഒരു ആപ്പിളിന് 11 രൂപ പറയുന്നത്. ഒരു ആപ്പിളിന് 11 രൂപ. ഇവിടെയൊക്കെ എന്തൊക്കെയോ മറ്റേ എല്ലാം മുന്തിരിക്കൊക്കെ മുടിഞ്ഞ വലിപ്പം കേട്ടോ. ഇവരുടെ ഒരു സാധനത്തിനും വലിപ്പമില്ല. ഇവിടുത്തെ സാധനങ്ങൾക്ക് അല്ലാത്ത സാധനങ്ങൾക്ക് ഭയങ്കര വലിപ്പമാണ്. എത്രയാണോ? 39 രൂപ. ഭയങ്കര പൈസയാണല്ലോ ഇവിടെ. 4 ഊമ്പിയിലോ അങ്ങനെ. ഇത് സാധാരണ എല്ലാത്തിനും ഭയങ്കര പൈസ കൂടുതലാണല്ലോ ഇവിടെ. ചൈന. താങ്ക് യു. ഐ ആം ഇന്ത്യ. വെൽക്കം ടു ഇന്ത്യ. ചൈന. ഇന്ത്യ. ഹിന്ദു. താങ്ക് യു. ബൈ. ഞങ്ങളെ കറക്കാൻ നൂട്ടടിക്കാൻ നോക്കും കേട്ടോ. നടക്കില്ല മോളെ. ഗൈസ്, ഞങ്ങൾ നേരത്തെ കയറിയ ഫ്രൂട്ട്സ് കടയില്ലേ, അവിടെ ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിച്ചില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തോളൂ. ലിവിൻ്റെ അടുത്ത് ലിവിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാണ്ട് അവർ പോയേക്കാണ്. ലിവിനെ വഴി പിഴച്ചു പോകരുതേ.
ഈ ഫോട്ടോ കിച്ചോ കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ, ഇനി കാര്യം പറയാം. ഗുഡ് ബൈ ഗൈസ്. നോക്കൂ, അവർ ഞങ്ങളടുത്ത് ഫോട്ടോ എടുത്ത് പോയി. ഞങ്ങൾ നേരത്തെ സ്ഥലത്തുനിന്ന് പിന്നെ മേടിച്ചില്ല. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ പറയുന്ന അവർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫുൾ ഒരു കൺഫ്യൂഷനിലേക്ക് എത്തി അല്ലേ ലിവിനെ? അതെ. ഗൈസ് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല കേട്ടോ. അതായത് ഞങ്ങളെ ബൈ കാണിച്ച് പെൺപിള്ളേർ പോയതാണ്. ഇപ്പം വണ്ടിക്കിട്ട് പോയി കീച്ചാൻ. എൻ്റെ പേടിയില്ല, ഒരു പേടിയില്ല. ചിരിക്കും കേട്ടോ. എന്നിട്ട് എൻ്റെ ചിരിയാണ് ആ പെൺപിള്ളേരെ പോന്നു. ഇനി കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ ഇനിയിപ്പോൾ നേരെ വണ്ടി എടുത്തിട്ട് പോവാണ്. നാട്ടിലുണ്ടല്ലോ ഒരു പട്ടി പോലെ ഞങ്ങളെ മൈൻഡാക്കത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾ യാത്ര കഴിഞ്ഞ് ഇവിടെ മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യം കേട്ടോ. നാട്ടിലാണല്ലോ ഉമ്മന്മാർ വന്നെന്ന് പറയും. സത്യം അല്ലേ? യാഥാർത്ഥ്യം പറഞ്ഞു കേട്ടോ, നിങ്ങൾ വിശ്വസിക്കൂല. ഊമ്പന്മാരിതാ പോകുന്നു, പരിപാടിയില്ല, അങ്ങനെയൊക്കെ പറയുള്ളൂ. ഐ ഡോണ്ട് നോ. എന്തായാലും വളരെ സെറ്റപ്പാണ്. ഇനി ചൈനയിലേക്ക് ചെല്ലുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ടിബറ്റൻ ചൈനയും കൾച്ചറും എല്ലാം വ്യത്യാസമുണ്ട്. എൻറ്റയർലി രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. അവിടെ ചെല്ലാൻ നേരത്ത് അവിടുത്തെ രീതികളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയണേ, നമ്മൾ രണ്ടുപേരെ ഒരേപോലെ കാണാൻ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവരുടെ ഐതിഹ്യം അനുസരിച്ച് അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഭാഗ്യം ഉണ്ടാവും എന്നാണ് ഇവരുടെ ഐതിഹ്യം. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞങ്ങളുടെ സുഗുണനെ അവിടെ കണ്ട, സുഗുണനെ കൂട്ടി വസ്ത്രം മേടിക്കാൻ വേണ്ടി പോകണം. സുഗുണം വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ 100 രൂപ ഫൈൻ കിട്ടിയില്ലേ? ശരിയാട്ടോ, ഞാൻ കൊടുത്തു കേട്ടോ പുള്ളിക്കാരനെ. അതെ, ഇന്നലെ സുഗുണ ഫൈൻ കിട്ടിയപ്പോൾ 100 ഞങ്ങൾ കൊടുത്തു. ഈ കാണുന്ന വഴിയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ആ കാണുന്ന അവിടെ ഒരു കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പ്ലാൻ ചെയ്തേ. പക്ഷേ അത് സക്സസ് ആയില്ല കേട്ടോ. 21 രൂപ. 21 രൂപ. എത്ര? 21. മേടിക്കിനി വേറെ വഴിയൊന്നുമില്ല. ഗൈസ് നോക്കൂ, അതായത് ഒരു പിന്നെ ഇതും പിന്നെ അതേപോലെ തന്നെ ആപ്പിളും കൂടെ മേടിക്കടാ. പൈസ കൂടുതലല്ലടാ ഫ്രൂട്ട്സിന്. നമുക്കിത് അറിയത്തില്ല, ഇതെന്തോ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അത് എന്തായാലും നീ മേടിക്കണം. ഇതുകൊണ്ട് ചക്ക പോലെയൊക്കെ ഇരിക്കുന്ന ആപ്പിളാട്ടെ. എന്നാ വലുപ്പം നോക്കി ആപ്പിളിൻ്റെ ഒക്കെ അല്ലടാ. അതെ, വേറെ കാര്യമുണ്ട് ഇവനെ, നമുക്ക് വാശി അറിയത്തില്ല. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. നാട്ടിൽ പൈസ തന്നെ ഉള്ളൂ. ഇത് കണ്ടോ, ചൈനയിലുള്ളൊരു മെയിൻ സെറ്റപ്പ് ആട്ടോ. അതായത് ഈ കാണുന്ന ഒരു പിയറാട്ടോ. പിയറോ അല്ലെങ്കിൽ പേരൊക്കെ വളർത്തുന്ന സാധനമാണ്. അതിനൊരു രൂപം പോലെ ആക്കി എടുത്തേക്കോ കേട്ടോ. ആക്കി എടുത്താണോ? ഇങ്ങനെയാണോ ഇത്? ഇതിങ്ങനെയാണോ? അല്ലെന്നേ, ആക്കി എടുത്താക്കുന്ന. ചൈനയിൽ ഞങ്ങൾ കണ്ട ഒരു ഫ്രൂട്ടാ, ഒരു രൂപം പോലെ. ഇവനെ ഇത് എങ്ങനെ ഇവരാക്കി എടുക്കുന്നു? ഫ്രണ്ട് കാണിച്ചേടാ. പോലെ അങ്ങനെ എന്തൊരു സെറ്റപ്പ് അല്ലടാ. ഇത് ആക്കി എടുത്താണോ അല്ലെ ഇതേപോലെ ആയിരിക്കും ഫ്രൂട്ട്സ്? ദൈവത്തിനറിയാം. ഇവിടെ എന്നൊക്കെ മായാജാലമാണ് നടക്കുന്നത്. ഈ സാധനമാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഫ്രൂട്ട്. നമുക്ക് തായ്ലൻഡിൽ പോയിട്ട് എത്ര പേര് വെറുതെ തന്ന സാധനം ഇത്? കഴിച്ചില്ല. ഇത് പല ഹോട്ടലും പിന്നെ അലൗഡ് അല്ല കേട്ടോ. ഈ സാധനം കയറ്റി ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ പുറത്താക്കും അല്ലേ ഇവനെ? അതെ, വേറെ കാര്യമുണ്ട് ഇവനെ. നമുക്ക് മലേഷ്യയിൽ നിന്ന് നമ്മൾക്ക് അവസാനം തന്ന സാധനം നമ്മളെ വണ്ടി ഷിപ്പ് ചെയ്ത ഏജന്റിനെ കൊടുത്തേ. സത്യം. ഞാൻ വെറുതെ ഇതിനൊന്ന് വട്ടടിപ്പിക്കട്ടെ കേട്ടോ. എല്ലാ സാധനത്തിനും പൈസ വെച്ചേക്കാം. പൈസ നോക്കൂ, ഞങ്ങളൊന്ന് കറങ്ങി നടക്കട്ടെ. ഇതാണോ അല്ലെങ്കിൽ മറ്റേ ഇവര് മുനിസിപ്പാലിറ്റി വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോയതാണോ? ഗൈസ് നോക്കൂ, ഇതേ ചൈനയിലെ ആൾക്കാർക്ക് ലേബർ ചെയ്തിങ്ങനെ കേട്ടോ. തലയിൽ തൊപ്പി വേണം, അതേപോലെ തന്നെ കുറേ സേഫ്റ്റി സംഭവങ്ങളൊക്കെ വേണം. ആയിട്ടുള്ളവർക്ക് ഇതേപോലെയൊക്കെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ. അല്ലടാ ലിബിനെ, എന്നടാ? ഒരു ആപ്പിളിന് 46 രൂപ. ഒരു ആപ്പിളിനോ? മാങ്ങയ്ക്ക് 36 രൂപ. KG ആയിരിക്കും. KG വേണോ? വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചോ. ട്രൈ ചെയ്ത് നോക്കാം. ഇതേ മറ്റേതിരിക്കുന്നടാ. ഏതാ? ലെച്ചൂസ്. 50 രൂപ അതിനൊക്കെ വില കൂടുതലാ. ഇനി പുള്ളിക്കാരൻ വില വെച്ചാൽ തന്നി വിളിക്കും. വേണോ? വേണ്ട, പൈസ സുഗുണം തന്നോടാ. തന്നു. പക്ഷെ മര്യാദക്കെ പറ്റിച്ചാലും നല്ല മര്യാദക്കാരൻ. എന്നടാ സാധനം എല്ലാം കയ്യിലിട്ട് വന്നു. മറന്നു പോയതാ, ഇത് എടുത്തിട്ട് വെക്കാൻ പറഞ്ഞു. ആണോ? ചിലപ്പോൾ ഇവിടെ ഇതായിരിക്കും വില. പിന്നെ ഇവിടെ പൈസക്ക് വാല്യൂ ഉണ്ട്. അതായത് ഇവിടുത്തെ ഇവിടുത്തെ 1 രൂപ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 20 രൂപയാണ്. ഇവിടുത്തെ 100 രൂപ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എത്രയെന്ന് അറിയാം? 1200 രൂപ. 1100 സംതിങ്. അന്നപ്പോ എങ്ങനെ 19 സംതിങ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ഇവിടെ ചെലവുണ്ടാവും. അത് ശരിയാട്ടോ. എവിടെയാണോ മറ്റേ പൈസക്ക് വാല്യൂ ഉള്ളത് അതിനനുസരിച്ച് അവിടെ ചെലവും കൂടുതലായിരിക്കും. ഈ കാണുന്ന ഇവിടുന്ന് ഒരു കടയിൽ നിന്നാണ് നമ്മൾ സാധനം മേടിച്ചത്. അവിടുന്ന് ഞങ്ങൾ ഈ കാണുന്ന ഇതൊരു ചൈനീസ് മാർക്കറ്റ് ആട്ടോ. അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ചൈനീസ് മാർക്കറ്റ്. ലിബി എന്നെ മുമ്പാൻ പോവാ. ഇവനെ എന്തറിയില്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന പോലെ ചിന്തിച്ചൊക്കെ നടന്നാൽ മതി. വലിപ്പം നോക്കിയവനെ എന്നാ ഫ്രഷ് സാധനങ്ങളാന്ന് നോക്കിയേ. ഇതൊരു ചെറിയ മാർക്കറ്റ് ആട്ടോ. ഇവിടെ അത്യാവശ്യം പച്ചക്കറി, തക്കാളി കണ്ടത്. തക്കാളി തക്കാളിയാടാ. എന്റെ പൊന്നെ, എന്റെ ദൈവമേ, ഇത് എന്നാ തൈല് തക്കാളിയാന്ന് നോക്കിയേ. മുളക് നോക്കിയവനെ, എന്നാ വലിയ മുളകാ. ഇത് നോക്കിയേ, എൻ്റെ പനി. ഇവർ ഭയങ്കരമായിട്ട് ഇലവർഗ്ഗങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നവരാട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാരും. അതെ, ഇതൊരു കിഡിലിനാട്ടോ. ഇഞ്ചിയുടെ വലിപ്പം നോക്കിയേ. ഇഞ്ചിയുടെ വലിപ്പം നോക്കിയേ.
എൻ്റെ കർത്താവേ, ഇഞ്ചിക്കൊക്കെ എന്നാ വെളുപ്പാടാ ലിബിനെ. കൂണ് നോക്കിയേ, ഇത് കഴിക്കുന്ന കൂണാണോ? അത് നോക്കി കൊടുക്കണം കേട്ടോ, അപ്പം തലയിറങ്ങോടെ കിടക്കും. ഗൈസ് നോക്കൂ, ഹായ് ഹായ് ഗൈസ് നോക്കൂ, ഞങ്ങളെല്ലാവരും ചിരിച്ചൊക്കെ കാണിക്കും. ഇതന്നെ അച്ചാറാന്ന് തോന്നുന്നു കേട്ടോ. ആ, ചൈനീസ് ഉപ്പിലിട്ട അച്ചാർ. ഉപ്പിലിട്ടാന്ന് തോന്നുന്നു കേട്ടോടാ, അല്ലേ? പിന്നെ ഉപ്പിലിട്ട് തന്നെ സാധനം. ഇതെന്ത് ഉപ്പിലിട്ട സാധനങ്ങൾ കേട്ടോ, കുറേ ഉപ്പിലിട്ട മുളക്, ഉപ്പിലിട്ട സാധനങ്ങൾ. ഇതെന്നാ വെണ്ണയോ നെയ്യോ? ആ, ഇത് പോത്തിറച്ചി. പോത്തല്ല, ഇവിടെ പന്നിയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഇവിടെ പന്നിയിറച്ചിയാണ് മീൻ. ഇതേ പന്നി, ഇതേ പന്നിയുടെ കാല് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചേക്കുന്നു. പന്നിയുടെ മൂക്ക്, ഇങ്ങനെയുള്ള പന്നിയുടെ കൊച്ചണ്ടി വരെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്, അല്ലേടാ ലിവിനെ? ഒരു സാധനം പോലും ഇവർ കളയില്ല, എല്ലാ സാധനവും ഇവർ ഉപയോഗിക്കും. ഇറച്ചി അതുപോലെ ഇവിടെ പന്നിയാണ് മെയിൻ കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന പോർക്കാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഓരോ ഇലകളൊക്കെ, പിന്നെ വള്ളിപ്പേര് നമ്മുടെ നാട്ടിലെ വള്ളിപ്പേരാ? ആ, നമ്മുടെ നാട്ടിലെ സൂപ്പർ സാധനം. ഇതും ചോറും കഴിച്ചാൽ എന്നാ ഫ്രഷ് സാധനമാണ് അല്ലടാ. മേടിച്ചാലോ, പക്ഷേ തണുപ്പ് കാരണം വെക്കാൻ പറ്റില്ല. അതാണ് വിഷയം കേട്ടോ, തണുപ്പ് കാരണം ഫുഡ് വെക്കാൻ പറ്റില്ല. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ചൂടായിക്കോളും. ടിബറ്റങ്ങ് മാറിക്കഴിയുമ്പം ചൈനയുടെ എല്ലാ ഭാഗങ്ങളും ചൂടാട്ടോ. വെള്ളരിക്കാൻ നോക്കിയേ ലിബിനെ, അതേ ഞാൻ നേരത്തെ കാണിച്ചു ഒരെണ്ണത്തിന് എന്നാ വലുപ്പമാണ്. അതേപോലെ ഇത് നോക്കിയാൽ ഉരുളൻകിഴങ്ങിൻ്റെ ഒക്കെ നീളം കാണും. ഇവിടുത്തെ ഉരുളൻകിഴങ്ങിൻ്റെ ക്യാരറ്റിൻ്റെ നീളം നോക്കി, അതും ഫ്രഷ് സൂപ്പർ സാധനം. ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഈ കുക്ക് ചെയ്ത് വെച്ചൊക്കെ സാധനങ്ങളാണ്. ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ട് റെഡിയാക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇത് എന്തൊക്കെ സംഭവം ചെയ്യുന്നതാണ്. ഹായ് ഗൈസ്, ഇതൊക്കെ എന്തോ സാധനങ്ങളാണ്. ഇത് നേരത്തെ ഉണ്ട മീറ്റ്, ഇത് പന്നിയുടെ എല്ലാം എടുക്കും കേട്ടോ. ഇത് നോക്കടാ, പിന്നെ ഇങ്ങോട്ട് നോക്കടാ, ഇത് നോക്കിയേ. KFC തൊട്ട് BFC തൊട്ട് എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇതെന്നാടാ പന്നിയുടെ ഒരു സാധനം പോലും കളയില്ല. കുണ്ടി, ഇതേ മൂക്ക്, ഇത് പന്നി മൂക്കാട്ടോ നിങ്ങൾ കാണുന്നത്. പന്നിയുടെ മൂക്ക്. ഇതെന്നാ സാധനം? ഇത് പന്നിയുടെ മുട്ട 2 കാണും. ഇതെന്ത് മുട്ട? അത് കുടലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അടിപൊളി. തവളേനെ അതിൻ്റെ തടി കൊല്ലും കേട്ടോ. തവള ഇതേ ഈ കാണുന്ന ഇത് തവള കേട്ടോ. ആൾക്കാർ നന്നായിട്ട് തവളേനെ കഴിക്കും. ഇതേ ഈ കാണുന്നത് നിങ്ങളിപ്പം തവളേനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന തവളേനെ അവൻ അവിടെ ഒരു മുട്ടിക്കകത്ത് വെച്ച് അടിച്ചു കൊല്ലുക. അടിച്ചു കൊന്നിട്ട് അതിനെ തല കണ്ടിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. അതെ ഈ അപ്പച്ചൻ്റെ അടുത്ത് കാണിച്ചു തരും. ഇപ്പം തവള ഇപ്പം ഛർദ്ദിക്കും കേട്ടോ. എൻ്റെ പൊന്നെ, ഛർദ്ദിക്കൂടാ? ഇല്ല, എല്ലാം മാറി ഒന്നും കൂടെ കണ്ണടയ്ക്കും. കഴിഞ്ഞ മാസത്തോടെ എല്ലാം തീരുമാനമായി. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഈ കാണുന്ന ഫ്രഷ് മീൻ, ഇത് നോക്കിയാലേ, വാള അതുപോലെ സംഭവങ്ങൾ എല്ലാ സാധനം ഉണ്ടല്ലോ. ഇതേ കോഴി, പ്രാവിനൊക്കെ ഇവിടെ തിന്നൂടാ. ഇത് ഗൈസ് നോക്കൂ, പ്രാവിനൊക്കെ ഇവിടെ തിന്നൂട്ടോ. ഇതേ പിന്നെ കോഴിയുടെ പണ്ടം അതുപോലുള്ള സാധനങ്ങൾ സംവിധാനങ്ങൾ. ഇതേ കോഴിനെ കൊന്നു വെച്ചേക്കുന്നു. ഇവിടെ ഫ്രഷ് എല്ലായിടത്തും പന്നിക്കാല് അതുപോലത്തെ സാധനങ്ങൾ. ഇതേ വാളമീൻ അതുപോലുള്ള സംഭവങ്ങൾ എന്തൊക്കെയൊക്കെയോ നടക്കുന്നു ഗൈസ്. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. തവള, ഇതാ വലിയ തവള. ഇതേ തവള ഇതാടാ, ഇതിൻ്റെ അകത്തുണ്ടാ. ഇതിൻ്റെ അകത്ത് ഫുള്ള് തവളയാ. വലുതല്ലേ? ഇതെന്നാ വിട്ടിലോ? ഇതെന്നാ സാധനം? വിട്ടല്ലേ? ചെമ്മീൻ വർഗത്തിലെ ഒരു സാധനം അത്. ആണോ? ഇത് പാമ്പ് പോലുള്ള ഒരു മീന്. ഇല്ല, അവനെ തേള്. പാമ്പ് പോലുള്ള എന്തൊരു സാധനം? ഇതാ ഏതാ തേള്? ഇത് തേളാ. അതുണ്ടല്ലേ? തേളല്ലടാ, പ്രോൺസ് അല്ല, തേള അത്. ഗൈസ് ഇത് തേള കേട്ടോ. മുന്നിട്ട് വാങ്ങി നോക്ക്. എൻ്റെ പൊന്നെ, തേള്. ഇതെന്തെന്നാടാ? തേളിനെ തൂക്കി കൊടുക്കോട്ടാ. അടിപൊളി. പ്രാവിനൊക്കെ നമ്മുടെ നാട്ടിലും തിന്നുന്നവരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ പ്രാവ്? ഈ പ്രാവിനൊക്കെ ഒരു തട്ടും. ഗൈസ് നോക്ക്, അവനത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവനത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് പന്നിയുടെ പിന്നെ കാല് എല്ലാ സാധനവും ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ കേട്ടോ. ഇനി കുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ക്ലിപ്പൊക്കെ ഇത് മീനല്ല, പാമ്പ് പോലത്തെ എന്താ സാധനം അല്ലേ? ഇതല്ലേ? ഇതെന്നാടാ? പാമ്പാണോ? പാമ്പ് പോലുള്ള എന്താ സെറ്റപ്പ്? തോയാന്നാട്ടോ അതിന്റെ പേര്. എനിക്കൊന്ന് മീൻ വർഗത്തിൽ എന്താ സാധനം ആണോ? ഒറ്റ വഴിയുള്ളൂ. ഹിന്ദു എന്ന് പറയടാ. ഹിന്ദു. അതാണ് ഇവിടെ ഇന്ത്യക്കാർക്ക് ഹിന്ദു എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ അലവ്യഞ്ജനക്കടയാട്ടോ. ഇവിടെ മുളക് പൊടി, പിന്നെ കടല, മാങ്ങ, തേങ്ങ, ചെറുപയറ്, പരിപ്പ് കിട്ടുമെങ്കിൽ ഇവിടുന്ന് മേടിക്കായിരുന്നു. പരിപ്പില്ല ഇവനെ. ആ പരിപ്പുണ്ട്. എന്തേ ഈ പരിപ്പ് പറ്റുമോ? അത് ചെറുപയറല്ലേ? ചെറുപയർ വേറെ പരിപ്പായിട്ടില്ല. വേറെ പരിപ്പായിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറുപയർ അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും വന്ന വഴി നേരെ ഇറങ്ങും കേട്ടോ. ലിവിൻ്റെ മൂലം കൂടി സഹോദരൻ കീറി
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവളേനെ കണ്ടു കേട്ടോ. അതെ, പിരിയമുളക്, ആപ്പിള്, ഓറഞ്ച്, ബനാന, എല്ലാ സാധനവും ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടോ ചെറുപയർ, പരിപ്പ് ഇല്ല, കാടമുട്ട ഇല്ലടാ, ചോളം, പരിപ്പ്, കടലൊക്കെ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റോറിൽ പോയാൽ മതി, ഇഷ്ടംപോലെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് ഇവിടെ. ഞങ്ങൾ നേരത്തെ കയറിയത് ആ കാണുന്ന മാർക്കറ്റിലാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി. വൈൻ ഉണ്ടാക്കുന്നതാണോടാ? ഇഷ്ടംപോലെ വൈന്. ഇത് പല സൈസ് വൈനുകൾ കുപ്പിയിലാക്കി വെച്ചേക്കുന്ന. പിന്നെ വേൾഡ് ഏറ്റവും ഫേമസ് വൈനുകൾ ചൈനയിലുണ്ട്. ചൈനീസ്, അതായത് പാമ്പിന്റെ ഒക്കെ ഇട്ട് മാറ്റുന്ന സാധനങ്ങളൊക്കെ. എനിക്ക് ലിക്കറൊക്കെ നിന്നിട്ട് മാറ്റി വെച്ചേക്കുന്ന ഓരോ കുടത്തിൻ്റെ അകത്ത് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടോ ഇവനെ? ഏതൊക്കെ ടൈപ്പാന്ന് നോക്കിയാൽ അതിനൊന്നും പ്രശ്നമല്ലേ? ഇല്ലായിരിക്കുമല്ലോ. ഇതേ നമ്മുടെ നാട്ടിലെ പോലെ താക്കോൽ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ, തൊട്ടപ്പുറം കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. ഞങ്ങൾ നേരെ പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളൊരു ചൈനയിലെ ഒരു തയ്യൽ കടയിലാണ്. തയ്യൽ കടയിൽ ഇവിടെ എല്ലാം കിട്ടും. ഞങ്ങൾക്ക് 2-3 പാൻസും സംഭവമൊക്കെ മേടിക്കണം. ദിസ് ഏതാ മേടിക്കുന്ന കളറ്? ജീൻസ് വേണ്ട, ജീൻസ് വേണ്ട, പിന്നെ സാധാ വാങ്ങ. ഇതിനാണ് 50 രൂപ ഉള്ളൂ. ആണോ? ഇതിനൊക്കെ ആണെങ്കിലോ? ജീൻസ് ഇതിനാണ് 120 ഒക്കെ കാണുന്നത്. എക്സൽ ആണെന്ന് പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി. എക്സൽ ദിസ് യോ ഇട്ട് നോക്കാൻ പറഞ്ഞോ. ഞാനിവിടെ വെച്ച് എൻ്റെ തുണി ബഹിഷ്കരിക്കുകയാണ്. ഞാൻ ഇതേ തുണി ഊരാൻ പോകുന്നു. ചോദിച്ചിട്ട് ഊരി കേട്ടോ, അല്ലേ തുണി ഊരി കാണിച്ചോണ്ട് ഭയങ്കര പ്രശ്നവും അല്ലേ. ഇവർ പാവങ്ങളാട്ടോ. ഇവർ ഷൂ കിട്ടും, പിന്നെ 2 ബെൽറ്റ് മേടിച്ച പരിപാടി കഴിഞ്ഞില്ല. പിന്നെ നീ പറയുന്ന ആക്കൂട്ട് നാളെ മേടിക്കാന്നാ? അത് മതിയോ? സ്കിൻ ഫിറ്റ് ആയിട്ട് അവിടെ കിടന്നോളും. വേറെ സ്കിൻ ഫിറ്റ് ഒന്നുമല്ല. ഇവനെ വലിയ ഇതൊന്നും പ്രതീക്ഷിക്കണ്ടേ. ഏതാ? ഇല്ല, ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. അതാണ് അടിപൊളിയാ. ഏതാ? ജീൻസ് പാൻറ്. നമ്മുടെ നാട്ടിൽ ലിവിൻസ് പോലെ ഇരിക്കും. നീ ലിവിൻസ്, അതാ ഞാൻ പറഞ്ഞ സാധനം. ഞാനിതാ എല്ലാം ഇവിടെ വെച്ച് ബഹിഷ്കരിക്കുന്നു. ഞാനിതെല്ലാം എറിയുന്നു. ഇതിട്ട് നോക്കട്ടെ കേട്ടോ, കാരണം ചൈന ആയതുകൊണ്ട് നമ്മൾ സൈസ് കറക്റ്റ് മേടിച്ചില്ല, ശരിയാവില്ല. കറക്റ്റാടാ, കറക്റ്റാ. പക്ഷേ ഈ പറഞ്ഞ ചൂടൊന്നും പ്രതീക്ഷിക്കണ്ടേ. ടൈറ്റ് ഉണ്ടേ. ഇല്ലേ? അതവിടെ കിടന്നോളൂ. ഇവനെ കറക്റ്റായിട്ടാ പാൻറ്. ആണോ? കീറോ നോക്കിയെന്ന്? ഇല്ലല്ലോ. ഓക്കെ സൈസ് നോക്കൂ. അതായതുണ്ടല്ലോ, ഇത് കൂട്ട് നമ്മുടെ നാട്ടിൽ ലിവിൻസിൻ്റെ ഒക്കെ കിട്ടുന്ന നല്ല സ്റ്റാൻഡേർഡ് തുണിയെ ഇവിടുത്തെ 50 രൂപ ഇതിന് ഭയങ്കര ചീപ്പാണ്. പിന്നെ അതുപോലെ ഞാനിവിടെ ഒരു ബഹിഷ്കരണം നടത്തിയത്. എൻ്റെ ഫോണുകൾ, എൻ്റെ ലിഫ്റ്റിക്ക് സൈസ് നോക്കി, ഇതെല്ലാം ഞാനിവിടെ ബഹിഷ്കരിച്ചത്. എൻ്റെ നിക്കർ വരെ ഞാൻ ഇവിടെ ബഹിഷ്കരിച്ചു കേട്ടോ. ഞാൻ അറിഞ്ഞില്ലെന്നുണ്ടില്ല. അമ്മച്ചി കൊണ്ട് തന്നെ കേട്ടോ. 34 കൊള്ളാലോടാ. ഇവനെ നമുക്ക് 34 കേട്ടോ കറക്റ്റ് സൈസ്. നമ്മുടെ നിക്കർ ഉമ്മയെന്നൊക്കെ പറയുന്നത് ഉമ്മയല്ല, ഇവിടുത്തെ ഭാഷ ഞാൻ സംസാരിക്കുന്ന. ആണോ? 34 നമുക്ക് വേണം. ഇത് 32 ഉള്ളൂ. 32 പറ്റൂല. ഇവിടുത്തെ ഇതൊക്കെ ഇങ്ങനെയാ കേട്ടോ സംസാരം. 32 എത്രയാ? ഇത് എക്സലാണോ ലാർജ് ആണോ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവനെ നമുക്ക് 33 പറ്റും, 34 പറ്റും. ആണോ? സമ്മച്ച് കരഞ്ഞ് ഒരു വഴിയായിട്ടോ. ബൈ 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 ബൈ. കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു കേട്ടോ. 1200 പറഞ്ഞു. 450 ചൈനീസ് മണിയായിരുന്നു കൊടുക്കണ്ടേ. നിങ്ങൾ ആദ്യം 400 കൊടുക്കും, പിന്നെ 1 രൂപ 2 രൂപ ഒക്കെ കൊടുത്ത് ലാസ്റ്റ് സംഭവം മേടിച്ചു. ഏതാണ്ട് നാട്ടിലെ 5000 രൂപ എടുത്ത കേട്ടോ സാധനം മേടിച്ചു തന്നെ. അപ്രോക്സിമേറ്റ് 5000 രൂപ ഇല്ലടാ ജിബി? എത്ര ഉണ്ട്? 4ഉം 2ഉം 6 ലാവാ. 6 പാൻറ്റ് മേടിച്ചു. പാൻറ്റാട്ടോ ഇനി പറ്റത്തുള്ളൂ. ഞാൻ അങ്ങോട്ടൊക്കെ നിക്കറിട്ട് വന്നിട്ട് ഭയങ്കര തണുപ്പായിരിക്കും. ഇതിവിടെ എപ്പോഴും ഉള്ളതാണല്ലോ ഈ സോസേജ്. നല്ല സോസേജ്. എന്നാ സോസേജാടാ ഇത്? എന്തായിരിക്കും? എന്നാ സോസേജ് ഇത്? വീഡിയോയിലുള്ളൊരു കമന്റ് ഇടിക്കണേ. എന്നാ സോസേജ് എന്നാ? ചിക്കൻ അറിയില്ല. കേട്ടോ. അവിടുത്തെ ആളല്ലായിരുന്നത്. കൈ കാണിച്ചാൽ മതി. ഒരു കടയിലുള്ള ഇവിടുത്തെ സിഗരറ്റിന്റെ വില നിങ്ങൾ നോക്കിയോ. എന്റെ പൊന്നെ, ഇത് എന്നാ ഇത്? ലിക്കറാടാ. കുപ്പി എന്നോട് പറഞ്ഞു ഈ കാണുന്ന ലിക്കറൊക്കെ നീ പരിചയപ്പെടുത്തിക്കോളെ. ഹായ്, ഓടുവാ. ഞങ്ങൾ വന്നത് ഒരു കുപ്പി വെള്ളം മേടിക്കാനാണ് വണ്ടിയിലേക്ക്. വണ്ടിയിൽ വെള്ളമില്ല ഒരു തുള്ളി. അപ്പം വെള്ളം മേടിക്കണില്ല. ഞങ്ങൾ പട്ടണിയായപ്പോൾ ഇതെല്ലാം കുപ്പികൾ വിൽക്കുന്ന സ്ഥലമാണ്. ഇതുണ്ടോ ഓരോ പാക്കറ്റ് സിഗരറ്റിൻ്റെ വില ഉണ്ട്. 100 രൂപയൊക്കെ നിങ്ങൾ കണ്ടോ? 100 രൂപ. 100 1100 വരും ഒരു പാക്കറ്റ് സിഗരറ്റിന് നമ്മുടെ നാട്ടിലെ. ഭയങ്കര പൈസ. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വലിക്കുന്നത്. അതിന് 50 രൂപ വരും. ഓരോന്നിനും ഓരോ പൈസ കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല ചിലവുണ്ട്. ഹായ് ഗൈസ്, നോക്ക് പുള്ളി റമ്മി കളിച്ച് കാശുണ്ടാക്കി. ഇവിടെ ഉള്ളവരെല്ലാം ഈ ഓൺലൈൻ കളിയുടെ ആൾക്കാരാട്ടോ. എല്ലാം റമ്മി, പിന്നെ അതിൽ ചിരണ്ടുന്ന കാർഡ്, ഇതൊക്കെ മേടിച്ചുള്ള പരിപാടി. എത്രയാടാ? 15 രൂപ. 15 രൂപ. ഇവിടെ ഡിസ്കൗണ്ട് ചോദിച്ചോ? ഇല്ല, ഇവിടെ ചോദിച്ചാൽ എങ്ങനെയാണ് വെള്ളത്തിന് ഡിസ്കൗണ്ട് ചോദിക്കുക? ഗൈസ് ഓക്കെ, താങ്ക് യു. വേറെ ഒരു കേസുണ്ട്. കുങ്കുമം ഉണ്ടോ? കുങ്കുമപ്പൂ ഒറിജിനലാ? ഒറിജിനൽ സാധനം ആയിരിക്കും. അതിലത്തെ കൈയായിട്ട് തിരുമ്മി അറിയാം കേട്ടോ. പോവല്ലേ പിന്നെ നമുക്ക് നിങ്ങേക്കാം. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. യെസ് ഗൈസ്,
നമ്മളിന്ന് മേടിച്ച സാധനങ്ങളാണ്. ഇന്ന് അതായത് അത്യാവശ്യം പൈസ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അതായതുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസയുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ ചീപ്പാണ്. അത്ര വലിയ ചീപ്പൊന്നുമല്ല. ബൾക്കായിട്ട് സാധനം മേടിക്കാൻ നേരത്ത് പൈസ കുറവാണ്. എല്ലാ സമയത്തും അത്യാവശ്യം പൈസയുണ്ട്. പിന്നെ ഇന്നിപ്പം ഗൈഡ് സൂണിനും ടീമൊക്കെ അവിടെ മീറ്റിംഗ് ഉണ്ട്. അതായത് നാളെ പോകേണ്ട സ്ഥലങ്ങളും. എത്ര മണിക്കാടാ? നാളെ എനിക്ക് തോന്നുന്നത് 8:30-9 മണിക്കായിരിക്കും. 8:30-9 മണിക്കായിരിക്കും നമ്മൾ അല്ലേ? പറ്റൂല. നമുക്ക് നാളെ കറക്റ്റ് സമയത്ത് എണീക്കണം, അവിടെ പോകണം. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ എവിടെയാണോ കിടക്കുന്ന ആ ഹോട്ടലിലെത്തി. നമ്മൾ പാർക്കിംഗ് പ്ലേസിൽ തന്നെയാണ്. നമ്മൾ നമ്മുടെ വണ്ടിയിലാണ്. ആര് പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം. അതായത് ഈ ഒരു യാത്രയിലുണ്ടല്ലോ, ഈ മെയിൻ സംഭവം നമ്മുടെ ഗ്രൂപ്പിലെ 9 പേര് എവിടെ പോയാലും ഇനി സ്ഥലത്ത് എൻട്രി ചെയ്യാൻ നേരത്ത് കാണണം, എക്സിറ്റ് ചെയ്യാൻ നേരത്ത് കാണണം. ഇങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ ഗൈസ്. നോക്കൂ, അതേപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ക്യാമറയുടെയും അതിൻ്റെ ക്ലാരിറ്റിയും ഞങ്ങളുടെ മൈക്കിൻ്റെ സംവിധാനങ്ങൾ നിങ്ങൾ പറയണം. കാരണം ഒരു 6 കിലോ ഞങ്ങൾ കൈ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി ആരും പറയരുത് യൂട്യൂബർമാർ പണിയെടുക്കുന്നില്ല. 6 കിലോ തോളത്തിട്ടാണ് ഇപ്പം നടക്കുന്നത് 24 മണിക്കൂർ. ഗൈസ്.